സോളാർ സമരം ഒത്തുതീർപ്പാക്കിയതാണ് എന്ന് വെളിപ്പെടുത്തൽ. ജോൺ ബ്രിട്ടാസ് എംപിയാണ് ഇടനിലക്കാരനായതെന്നും മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കെ. ജുഡീഷ്യൽ അന്വേഷണം പരസ്യമായി പ്രഖ്യാപിച്ചാൽ സമരം അവസാനിപ്പിക്കാമെന്നായിരുന്നു ധാരണ. ഒരു ലേഖനത്തിലാണ് മാധ്യമപ്രവർത്തകന്റെ ഈ വെളിപ്പെടുത്തൽ. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി. അമൽ, വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു സോളാർ സമരം. എങ്ങനെയാണ് ഒത്തുതീർന്നത് എന്നത്, സർക്കാർ വീഴാതെ, മുഖ്യമന്ത്രി രാജിവെക്കാതെ എന്ന വലിയ ചോദ്യം. ആ ചോദ്യത്തിൽ എന്തൊക്കെ ഉത്തരങ്ങൾ, എന്തൊക്കെ സൂചനകൾ ശ്രീ ജോൺ മുണ്ടക്കയത്തിന്റെ ഈ ലേഖനത്തിലുണ്ട്? രതീഷ, സമീപകാല കേരള രാഷ്ട്രീയം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സമരം ഏത് എന്ന് ചോദിച്ചാൽ അത് സോളാർ സമരം എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഒരു സമരത്തിൽ സെക്രട്ടേറിയറ്റ് പൂർണ്ണമായും വളഞ്ഞുള്ള ഒരു സമരം, അത് രണ്ടാഴ്ച ആ സമരം ഉണ്ടാകും, ഏറ്റവും കുറഞ്ഞത് 2 ആഴ്ച എന്നുള്ളത് പ്രഖ്യാപനവുമായാണ് ആ സമരം തുടങ്ങിയത്. പക്ഷേ ആ സമരം 30 മണിക്കൂർ പിന്നിടുന്നതിന് മുൻപ് പിൻവലിക്കേണ്ടി വന്നു. ആ സമരം അവസാനിപ്പിക്കുകയാണ് എന്ന് പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ സമരപ്പന്തലിലെത്തി പ്രഖ്യാപിച്ച് അങ്ങനെ പൊടുന്നനെ സമരം അവസാനിക്കുന്നു. അണികളിലടക്കം കടുത്ത നിരാശയുണ്ടാക്കിയ ഒരു പ്രഖ്യാപനമായിരുന്നു. എങ്ങനെ ആ സമരം തീർന്നു എന്നതിനെ ചൊല്ലി പിന്നീട് വലിയ തോതിലുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്തു. ആ സമരത്തിൻ്റെ പര്യവസാനത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചത് 2 മാധ്യമപ്രവർത്തകർ തമ്മിലുള്ള സംഭാഷണമായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ മലയാളം വാരികയിലൂടെ പുറത്തു വരുന്നത്. മലയാളം വാരികയിൽ മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജോൺ മുണ്ടക്കയം എഴുതിയൊരു ലേഖനമുണ്ട്. ആ ലേഖനത്തിലാണ് ഈ പരാമർശങ്ങളുള്ളത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ സോളാർ സമരം ആരംഭിച്ചതിന് ശേഷം മുഖ്യമന്ത്രി അടക്കം വലിയ തോതിൽ പ്രതിസന്ധിയിലായി, രാജി എന്നുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു എന്നതടക്കമുള്ള ചർച്ചകളിലേക്കും കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചു. പക്ഷേ ആ സമരം മുന്നോട്ട് പോയ സമയത്ത് മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിന് 2 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് തന്ത്രപരമായൊരു സമീപനം സ്വീകരിച്ചു. അങ്ങനെ അടച്ചിട്ട സെക്രട്ടേറിയറ്റിന് മുന്നിൽ, മുഖ്യമന്ത്രി ഇല്ലാത്ത സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തേണ്ട അവസ്ഥയിലേക്ക് അണികൾ പോയി. മാത്രമല്ല, ഇത്രയും അധികം വരുന്ന ആളുകളെ ഉൾക്കൊള്ളാനാവുന്ന ഒരു സംവിധാനം, അത് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനാവശ്യമായ സംവിധാനം പോലും തിരുവനന്തപുരത്തിന് ആ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ പ്രതിസന്ധിയിലായി പോയൊരു അവസ്ഥ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പിന്നീട് ഈ സമരം എങ്ങനെയെങ്കിലും ഒന്നും അവസാനിപ്പിക്കണം എന്നുള്ള തരത്തിലേക്ക് ചർച്ചകൾ പോയി. ആ ചർച്ചയുടെ അവസാന ഘട്ടം എന്നുള്ള നിലയ്ക്കാണ് ഈ പറയുന്ന വെളിപ്പെടുത്തൽ വരുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ജോൺ മുണ്ടക്കയത്തെ ജോൺ ബ്രിട്ടാസ് വിളിച്ച് സംസാരിക്കുന്നു, എങ്ങനെയെങ്കിലും ഈ സമരം ഒന്ന് തീർക്കണ്ടേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ജോൺ മുണ്ടക്കയത്തിന്റെ മറുചോദ്യം. അപ്പോൾ ഒരു സംശയമുള്ളത്, ഇപ്പോൾ സമരം പ്രഖ്യാപിച്ചത് LDF ആണ്. CPM നേതൃത്വത്തിൽ ആ സമരം നടക്കുന്നു. അവർ നടത്തുന്ന സമരം അവസാനിപ്പിക്കണ്ടേ എന്ന് അവർക്കൊപ്പമുള്ള ജോൺ ബ്രിട്ടാസ് ചോദിച്ച സാഹചര്യം എന്താണ്? ഏറ്റവും തന്ത്രപരമായൊരു സമീപനം അന്ന് ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. സെക്രട്ടേറിയറ്റ് വളയിൽ സമരം പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ രതീഷ സമയത്ത് റിപ്പോർട്ടിങ്ങിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ ഉണ്ട് എന്ന് തോന്നുന്നു. അതൊക്കെ കൃത്യമായി ഓർക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഉമ്മൻചാണ്ടി ഇവിടെ നിന്നും സെക്രട്ടേറിയറ്റും അടച്ചിട്ടൊരു ഒറ്റ പോക്കാണ്. അപ്പോൾ സ്വാഭാവികമായും പിന്നീട് അവിടെ ഇരുന്ന് സമരം ചെയ്യുന്നത് കൊണ്ട് എന്ത് കാര്യം എന്നൊരു ചോദ്യം ഉയർന്നു വന്നു. മാത്രമല്ല, ഈ സമരം പിൻവലിച്ചത് CPM നേതൃത്വം ഇടപെട്ട് തന്നെയാണ് എന്നുള്ളതാണ് ഈ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വരുന്നത്. അതായത് ജോൺ മുണ്ടക്കയത്തെ ബ്രിട്ടാസ് വിളിച്ച് സംസാരിക്കുന്നു, എങ്ങനെയെങ്കിലും സമരം തീർക്കണ്ടേ എന്ന് ചോദിക്കുന്നു, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുന്നു. അപ്പോൾ ഇത് നേതൃത്വം കൂടി അറിഞ്ഞാണോ എന്നുള്ള കാര്യം മുണ്ടക്കയം അങ്ങോട്ട് ചോദിക്കുന്നു. അപ്പോൾ ആണ് എന്നുള്ള മറുപടിയാണ് ബ്രിട്ടാസ് നൽകുന്നത് എന്നുള്ളതാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. അതിനുശേഷം ഉമ്മൻചാണ്ടിയെ വിളിച്ച് ജോൺ മുണ്ടക്കയം ഈ സമരം തീർക്കാൻ LDFന് താല്പര്യമുണ്ട് എന്ന കാര്യം അറിയിക്കുന്നു. ഇത് കുഞ്ഞാലിക്കുട്ടിയെ കൂടി അറിയിക്കണമെന്ന് ഉമ്മൻചാണ്ടി ജോൺ മുണ്ടക്കയത്തോട് പറയുന്നു. അങ്ങനെ ജോൺ മുണ്ടക്കയം വീണ്ടും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും കുഞ്ഞാലിക്കുട്ടിയെയും വിവരം അറിയിക്കുന്നു. തിരുവഞ്ചൂർ പിന്നീട് വിളിച്ച് കോടിയേരി ബാലകൃഷ്ണനോടും ജോൺ ബ്രിട്ടാസിനോടും സംസാരിക്കുന്നു. അപ്പോൾ ഈ സമരം തീർക്കാൻ എന്താണ് മാർഗം എന്ന് ചോദിക്കുമ്പോൾ ഉമ്മൻചാണ്ടി വാർത്താ സമ്മേളനം വിളിച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ സമരം തീർക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള കാര്യം CPM നേതൃത്വത്തിന് വേണ്ടി ജോൺ ബ്രിട്ടാസ് അറിയിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ജുഡീഷ്യൽ അന്വേഷണത്തിന് താൻ തയ്യാറാണ് എന്ന് ഉമ്മൻചാണ്ടി അതിനും എത്രയോ മുൻപ് പരസ്യമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് എന്നൊരു വിഷയം കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ കൂടി പരസ്യമായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞാൽ തങ്ങൾ ഈ സമരം അവസാനിപ്പിക്കാം എന്നുള്ളൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് CPM പോയി, LDF പോയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ബേക്കറി ജംഗ്ഷനിൽ തോമസ് ഐസക് ഉണ്ടായിരുന്നു സമരവുമായി ബന്ധപ്പെട്ട്. അന്ന് ഈ സമരം പിൻവലിച്ച വിവരം തോമസ് ഐസക് അറിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സമരം പിൻവലിച്ചതിൽ തോമസ് ഐസക്കിനടക്കം അതൃപ്തി ഉണ്ടായിരുന്നു. കാരണം അണികളെ ഇത്രയ്ക്ക് ഇളക്കിവിട്ട ഒരു സമരം, മാത്രമല്ല അവരിൽ ഈ സർക്കാരിനെതിരെയുള്ള ജനവികാരം ആളിക്കത്തിക്കാൻ പരുവത്തിനുള്ള ഒരു വിഷയം കിട്ടി അവരിങ്ങനെ അതിൻ്റെ പാരമിതിയിൽ നിൽക്കുമ്പോഴാണ് പൊടുന്നനെ ആ സമരം അവസാനിപ്പിക്കുന്നത്. അതും 30 മണിക്കൂർ പോലും തികയുന്നതിന് മുൻപ് ആ സമരം അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞ സംഭവം ഞാനന്ന് അവിടെ റിപ്പോർട്ട് ചെയ്ത ആളെന്ന നിലയിൽ പറയാം. ഞാനന്ന് ബേക്കറി ജംഗ്ഷനിലാണ്. ഞങ്ങളടക്കം നിരവധി മാധ്യമപ്രവർത്തകരുണ്ട്. കാസർഗോഡ് നിന്നുള്ള സഖാക്കളാണ് അവിടെ കൂടുതലായി ഉണ്ടായിരുന്നത്. പിന്നീട് കൊല്ലം ജില്ലയിലെ സഖാക്കളും റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഐസക് അവിടേക്ക് വരുന്നു, സമരം തീർക്കാൻ പോവുകയാണ്, വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകാൻ പോവുകയാണെന്ന് എല്ലാവരോടും പറയുന്നു. അതിനുശേഷം പാളയം വഴി നടന്നാണ് ഈ സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്നത്. ഈ ആൾക്കൂട്ടമായി, വലിയൊരു ആൾക്കൂട്ടമായി അതിനെ നയിച്ചുകൊണ്ട് തോമസ് ഐസക് പോകുന്നത്. പക്ഷേ അപ്പോഴും ഒരുപക്ഷെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും വിചാരിച്ചത് ഇതാ മുഖ്യമന്ത്രി രാജിവെച്ചു, സർക്കാർ വീണു എന്നതായിരുന്നു എന്നതാണ് അന്നത്തെ ഒരു യാഥാർത്ഥ്യം. പിന്നീടാണ് അണികൾക്ക് വലിയ നിരാശയുണ്ടത്.